ജനസംഖ്യയിലും സാമ്പത്തിക ശക്തിയിലും മുൻപന്തിയിലുള്ള രണ്ട് രാജ്യങ്ങളായ ഇന്ത്യയും ചൈനയും അതിർത്തിയിലെ സംഘർഷങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പരസ്പരം മാറി നടക്കുകയായിരുന്നു. എങ്കിലും അയൽക്കാർ സുഹൃത്തുക്കളായി നിൽക്കുന്നതാണ് നല്ലതെന്നും അതല്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നും രണ്ട് രാജ്യങ്ങൾക്കും നല്ലതുപോലെ അറിയുകയും ചെയ്യാം. ആ സമയം അമേരിക്കയുമായി വളരെ നല്ല ബന്ധം സൃഷ്ടിച്ച മോദി ഗവൺമെൻറ്റിന് അമേരിക്ക ഫസ്റ്റ് വാദമുയർത്തുന്ന ട്രംപ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയാണ് റഷ്യയുടെ എണ്ണ വാങ്ങി യുദ്ധത്തിന് സഹായിക്കുന്നത് എന്ന വാദമുയർത്തി ഇന്ത്യക്ക് കനത്ത താരിഫ് നൽകി. ഇന്ത്യയെ ശിക്ഷിച്ചപ്പോൾ മുതൽ അകന്നു നിന്നിരുന്ന എന്നാൽ അടുക്കാൻ ഒരു കാരണം കാത്തിരുന്ന ഇന്ത്യയും ചൈനയും പതിയെ അടുത്തു തുടങ്ങുന്നു എന്ന സൂചന നൽകിയിരുന്നു. ഒരു മാസം മുൻപാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 7 വർഷത്തിന് ശേഷം ചൈന സന്ദർശിച്ചത്. SCO യോഗത്തിൽ പങ്കെടുക്കാനായിരുന്നു ഇത്. ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് 5 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ഈ മാസം അവസാനത്തോടെ പുനരാരംഭിക്കുമെന്നാണ്. 5 വർഷം നീണ്ടുനിന്ന വിലക്ക് അവസാനിപ്പിക്കുന്ന ഈ നീക്കം ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിൻ്റെ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയായ ഇൻഡിഗോ ഒക്ടോബർ 26 മുതൽ കൊൽക്കത്ത ഗ്വാങ്ഷു സർവീസ് ആരംഭിക്കും.